ഹലോ അസ്സലാമു അലൈക്കും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഓൺ വോയിസ് വീഡിയോ ഫസ്റ്റ് ടൈമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ കുറച്ച് ഫ്രഷ് പ്രോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. അരി കുതിർന്ന് വരുന്ന ടൈമിൽ നമുക്ക് പ്രോൺസ് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത പ്രോൺസ് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് വയ്ക്കുക. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 സവാള, ഒരു 4-5 ഉള്ളി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, മല്ലിയില, തക്കാളി, 3 പച്ചമുളക് ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഒരു ചെറിയ ബേ ലീഫ്, 2 ഏലക്ക ഇതെല്ലാം കൂടെ നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വേറൊരു അടുപ്പത്ത് പാൻ വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഷാലോ ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു. നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് പെട്ടെന്ന് തന്നെ വേവും. ഒരു 10 മിനിറ്റ് വേവിൻ്റെ ആവശ്യം ഇതിന് വരത്തുള്ളൂ. നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പ്രോൺസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോൺസ് ഏകദേശം റെഡിയായി. നമുക്കിത് മാറ്റാം. അരിയും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഊറ്റാനുള്ള പരുവായിട്ടുണ്ട്. നമുക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം. പിന്നെ അടുപ്പത്തേക്ക് നമ്മൾ വേറെ പാൻ വെച്ചതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത കൊഞ്ച് വറുത്തെടുത്ത അതേ എണ്ണ തന്നെ നമ്മൾ സവാള ഉള്ളി വഴറ്റിയെടുക്കാൻ പോവാണ്. ഒരു ചെറിയൊരു യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം, പച്ചമുളക് ഇതെല്ലാം ചതച്ച് വെച്ചതിനകത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റി അടച്ച് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലയാണ് കാശ്മീരി ചില്ലി, ഗരം മസാല, പിന്നെ നമ്മുടെ റെഡ് ചില്ലി, പിന്നെ കുറച്ച് മസാലപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ മീറ്റ് മസാലയിൽ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് വഴറ്റുക. പിന്നെ നമുക്ക് 1 സ്പൂൺ തൈരാണ് ആവശ്യം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവാൻ വയ്ക്കുക. ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് വേഗം വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ഗീലൊന്ന് ചൂടാക്കി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഗരം മസാലേൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഫ്ലേവറിന് വേണ്ടി ചേർത്തത്. നമ്മൾ സാധാരണ ദമ്മ് ചെയ്യുന്ന കണക്ക് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ദമ്മ് ചെയ്തെടുക്കാം. പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ ഇതിന് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാർ, പപ്പടം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.